മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിലെ ഒന്നാംഘട്ട ടാറിംഗ് പ്രവൃത്തികൾ അനിശ്ചിതത്വത്തിൽ. ടാർ ലഭ്യമാകാത്തതാണ് പ്രവൃത്തികൾ വൈകാൻ കാരണമായി അധികൃതർ പറയുന്നത്. രൂക്ഷമായ പൊടിശല്യം മൂലം യാത്രക്കാരും നാട്ടുകാരും വലയുകയാണ്. മംഗലാപുരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നാണ് ടാർ എത്തിക്കേണ്ടത്. ഈ മാസം അവസാനത്തോടെ ടാർ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും അങ്ങനെയെങ്കിൽ ഫെബ്രുവരി ആദ്യവാരത്തോടെ ടാറിംഗ് ആരംഭിക്കുമെന്നും കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. കോട്ടോപ്പാടം മുതൽ അലനല്ലൂർ വരെ 5 കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യഘട്ട ടാറിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനായി റോഡിന്റെ ഉപരിതലം പൊളിച്ച് പാകപ്പെടുത്തിയിട്ട് ആഴ്ചകളായി. നേരത്തെ ഒക്ടോബറിൽ എൻ ഷംസുദ്ദീൻ MLA നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കോട്ടോപ്പാടം മുതൽ ഭീമനാട് വരെ നവംബറിലും അലനല്ലൂർ വരെ ഡിസംബറിലും ടാറിംഗ് പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ടാർ ലഭ്യതയിലുണ്ടായ പ്രതിസന്ധി ഈ ലക്ഷ്യത്തിന് തിരിച്ചടിയായി. റോഡ് പൊളിച്ചിട്ടതോടെ പലയിടങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ രൂക്ഷമായ പൊടിശല്യം മൂലം യാത്രക്കാരും നാട്ടുകാരും വലയുകയാണ്. കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ ഇടവേളകളിൽ വെള്ളമൊഴിച്ച് ഉപരിതലം നനയ്ക്കുന്നത് ഒരു പരിധിവരെ ആശ്വാസമാകുന്നുണ്ടെങ്കിലും ടാറിംഗ് വൈകുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറ മുതൽ കുമരംപുത്തൂർ ചുങ്കം വരെ 18.1 കിലോമീറ്റർ പാതയാണ് മലയോര ഹൈവേയായി വികസിപ്പിക്കുന്നത്. ഇതിനകം 8 കിലോമീറ്റർ ദൂരത്തോളം മഴവെള്ള ചാലുകളും 9ഓളം ഓവുപാലങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കാര, പാലക്കാഴി ഭാഗങ്ങളിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. മഴക്കാലത്തിന് മുൻപായി 15 കിലോമീറ്റർ ദൂരത്തിൽ ഒന്നാംഘട്ട ടാറിംഗ് പൂർത്തിയാക്കാനാണ് KRFB ലക്ഷ്യമിടുന്നത്. CCN ചത്തല്ലൂർ.